പിന്നെ ഞാൻ അണ്ണനെ പറ്റി കുറച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ട്. വെറുതെ പൊക്കി അടിക്കാൻ വേണ്ടി കൈന്നിട്ട് കാച്ചി. നീ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പറയാൻ പോകുന്നു? എന്താ പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നത്? ഫ്ലാഷ് ബാക്ക്. സർവശക്തനായ അള്ളാഹുവാണ് സാക്ഷാൽ ദൈവം. ആ അള്ളാഹുവാണ് എല്ലാ മതങ്ങളെയും സൃഷ്ടിച്ചത്. പുണ്യാളം കൊണ്ടുവന്ന ഇവനെ പിന്നെ എന്തിനടയാ ഇസ്ലാം മതം തനിയെ ഉണ്ടാക്കിയത്? എന്നാ പിന്നെ ഇസ്ലാം മാത്രം അങ്ങോട്ട് ഉണ്ടാക്കിയാ പോരായിരുന്നോ ഈ തള്ളാഹുവിന്? മനുഷ്യനെ പൂർണ്ണ പരിമിത അതെല്ലാം കൂടെ ആക്കി നമ്മളിലേക്ക് തരുന്ന ആ മനസ്സിന്റെ സൂനാശക്തികളിൽ നിന്ന് എന്തിനടേ? ആദരവും ബഹുമാനവും മാത്രം തരുന്ന ഇസ്ലാം, ആ ഇസ്ലാമിലെ ഒരുത്തനാണ് ദാ ഈ സയ്യിദ് അലവി. അവൻ ചോദിക്കുന്നത് എന്താണെന്നറിയാമോ? ജോസിന് എന്താ ഐഡിയ പറയാണ്ട്? എന്താ ജോസേ? ലൈവിൽ വന്നിരുന്ന ഒരു കാര്യം പറയണ എന്റെ മുല വേണോന്ന്. ശിവനേ, എനിക്ക് വേണം ഇത്, എനിക്ക് പിന്നെ ഞങ്ങള് പണ്ടേ സ്ഥാനികളാ. അച്ഛൻ ഒന്ന് സഹകരിക്കണം. എന്നെ തറയാക്കലോ മോനെ. നിന്റെ കിണത്തിലിട്ടൊന്ന് തന്നാലുണ്ടല്ലോ നീ ഇവിടെ മുഴുവൻ തൂറി വീഴും. ഇതാണോടി നീ പറയുന്ന ആദരവും ബഹുമാനവും? ദാ ചെയ്തല്ലോ 1 2 3 4 5 6 7 8 9 10 പ്രാവശ്യം ചോദിച്ചു. 5 വർഷം പോയി. നീ സാധുവായി പോയി എന്ന് എന്റെ അമ്മ പറഞ്ഞപ്പോ എന്റെ ചങ്ക് തകർന്നു പോയി. ഇപ്പൊ എനിക്ക് സന്തോഷായി. എടാ നിന്റെ മമ്മിയുടെ നിപ്പിൾ അവിടെ ഇല്ല, എടുത്ത് വായിൽ വെച്ചോടാ. എന്തിനാടാ ഇവിടെ വന്ന് കിടന്ന്? ഇവിടെ നാണമുണ്ടോ പോത്തെ? തനിക്ക് നാണമുണ്ടോ? അല്ല ഞാൻ പുരുഷന്മാരെ മൊത്തം അവമാനിക്കാണ്ട് തന്നെ പോലെ ഒറ്റ മതിയല്ലോ. എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു. ഇന്നത്തെ എന്റെ ലൈവിൽ 111 കമന്റ്സ് ആണ്. അതിലൊരു 25 കമന്റ് നല്ല കമന്റ് ആയിരിക്കും, ബാക്കി അത്രയും തള്ളക്കി വിളിയും തെറി വിളിയാണ്. അതാണ് ഇസ്ലാം. ഞാനതല്ലാന്ന് എനിക്ക് തെളിയിക്കണം. സത്യമോള് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി എങ്ങനെ തെളിയിക്കും? ഇവിടെ തീവ്രവാദം നടത്തുന്നതും ഇവിടെ ഈ മനുഷ്യന്റെ സ്വസ്ഥതകൾ നശിപ്പിക്കുന്നതും മുറിക്കോയകളാണെന്ന് ഞാൻ പറയാതെ അറിഞ്ഞൂടെ? കൃത്യമല്ലേ അത്? നീ അതിനകത്ത് എന്തായാലും എക്സ്പ്ലനേഷന്റെ ആവശ്യം? മോശം അഭിപ്രായം കുടുംബത്തെ പറ്റി നാട്ടുകാർക്ക്. നമുക്ക് നരകത്ത് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഞങ്ങൾ കുറച്ചുപേര് സ്വസ്ഥമായി നരകത്ത് ജീവിക്കാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്നവരാണ്. അങ്ങോട്ട് തള്ളിക്കേറി വരണ്ട. ഈ പണ്ടാര കെട്ടുകളെല്ലാം ഗോതഭോഗികളുടെ കൂടെ സ്വർഗത്തിൽ കിടന്നാൽ മതി എന്നാണ് എന്റെയും ഒരു വാദം. എന്റെ മുല വേണം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നവന്റെ അടുത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിശാന ഈ രീതിയിൽ മേത്തച്ചി കൂട്ടങ്ങളാണ് ഏറ്റവും കൂടുതൽ മുല വേണം. എടാ വലിയ കരിക്ക് മുലയും വെച്ചിട്ട് അവള് കാത്തിരിക്കുന്നുണ്ട്. ചെന്ന് ചോദ്യം അവള് തരും. ചോദിക്കില്ല. അതെന്താ? ചോദിച്ചു കഴിഞ്ഞാൽ അവൻ തന്നില്ല പിന്നെ മോശമല്ലേ? ചട്ടുകാലം കൊണ്ട് നിന്റെയൊക്കെ പെണ്ണുമ്പോൾ കണക്ക് നാട്ടിലുള്ള ആണുങ്ങളെല്ലാം വീട്ടിൽ വിളിച്ചു കയറ്റി അങ്ങനെ ജീവിക്കുന്നൊന്നുമില്ലല്ലോ. അന്തസ്സായിട്ടല്ലേ ജീവിക്കുന്നത്. ഇനിയിപ്പൊ എന്താടാ കുഴപ്പം? 2 കെട്ടി. എടാ നിന്റെയൊക്കെ മമ്മൂഞ്ഞിനെ കെട്ടിയില്ലേ 10ഉം 13ഉം. അണ്ണന് നാട്ടുകാർക്കിടയിലുള്ള വിലയും നിലയും കംപ്ലീറ്റ് പോവും. ഇവനെ ഒതുക്കിയില്ലെങ്കിലേ. ഒരു കാര്യം ഷുവറാണ്, അവള് നമ്മളെക്കാട്ടിലും ഫ്രോഡാണ്. പരമാസത്ത അവളെ അവളുടെ വഴിക്ക് വിടുന്നതാ നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. വിലക്ക മഹാത്മ്യം പറഞ്ഞുകൊണ്ട് നാട്ടിലുള്ള പെണ്ണുങ്ങളെ എത്രയും കെട്ടിക്കളഞ്ഞ പെണ്ണുങ്ങളെ കിട്ടും, പിന്നെയും കിട്ടും. അങ്ങനെ നടന്ന ഒരു അലവലാതിയുടെ അനുയായികള് എന്റെ തലയിൽ കയറുന്ന എന്തിനാണടാ? അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. എന്ത് അടിസ്ഥാനത്തിലാണോ, എന്ത് വിവരക്കേടാണോ പറയുന്നത്? വിവാഹം കഴിക്കുകയോ ഡിവോഴ്സ് ചെയ്യുകയോ ഒക്കെ ചെയ്യാത്ത മനുഷ്യരാരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും അതൊക്കെ സംഭവിക്കുന്നത് നോർമലായിട്ട് തന്നെ. അത് കാലാകാലങ്ങളായിട്ട് നടക്കുന്നുണ്ട്. മറ്റു മതസ്ഥർക്ക് അതില്ല എങ്കിലും നിന്റെയൊക്കെ മതത്തിൽ അത് ഏറ്റവും കൂടുതലുള്ളത്. യാവനെ എടുത്തു നോക്കിയാലും യാവളെ എടുത്തു നോക്കിയാലും 4 3 കെട്ടിയത് തന്നെ. ഒരാണിന് 4 വരെ കെട്ടാന്ന് നമ്മുടെ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഐശുമ്മ ഒഴിച്ച് ബാക്കി എല്ലാം കൊന്ത്രക്കോസ് കൊള്ളികള് എല്ലാം 4 3 കെട്ടിയതിനെ കളഞ്ഞതിനെ പോയി ചപ്പ് ചവർന്ന പറക്കുന്ന കണക്ക് ഇങ്ങേര് പോയി പറക്കൊണ്ട് വന്നതാണ്. അങ്ങനെയൊന്നുമില്ല, വല്ലപ്പോഴും സമയം കിട്ടുമ്പോ മാത്രം. പിന്നെ എന്നാന്നറിയത്തില്ല, കർത്താവിന്റെ കൃപ കൊണ്ട് എനിക്ക് എപ്പോഴും സമയം കിട്ടും. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കഴുകൻ കണ്ണുകളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് സൊല്യൂഷൻ? നല്ല വസ്ത്രങ്ങൾ ധരിക്കുക, ശരീരം കവർ ചെയ്യുന്ന വസ്ത്രങ്ങൾ ധരിക്കുക എന്നുള്ളൊരു സൊല്യൂഷൻ. എന്നാ പിന്നെ നെറുകം തലയിൽ ഒരു ശൂലവും കയറ്റി എന്റെ നെഞ്ചത്തൊരു തേങ്ങ അടിച്ച് ബായി കുറച്ച് പച്ചരിയും കൂടെ വാരിയിട്. പുറത്തുള്ളവർക്കൊന്നും വേറെ പരിപാടിയില്ലേ? അവരെ അമ്മയും പെങ്ങന്മാരും പോയത് എന്റെ അമ്മയാണ് ഇതെന്റെ പെങ്ങളാണെന്ന് വ്യക്തമായിട്ട് അറിയാം. അതല്ലാതെ അമ്മയെ മറയിട്ട് പർദ്ദയിട്ട് വീട്ടിൽ നടത്തിക്കുന്ന വിഭാഗം ഇരുന്നോണ്ട് പറയുന്നതാണ് കഴുകൻ കണ്ണുകളൊന്നും. നിങ്ങളങ്ങ് ക്യാമറാണെന്ന് പറയല്ലേ? അയ്യോടാ,
പെണ്ണുങ്ങൾക്കുള്ളൊരു അധികാരം. മാപ്പിള 4 40 കെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ തുണി ഉടുക്കുന്നതിനേക്കാൾ വാല്യൂ ഉണ്ടോ? സ്വന്തം വ്യക്തിത്വം അസ്തിത്വവും ഇല്ലാത്ത കണ്ണം ആണുങ്ങൾ പ്രവർത്തിക്കുന്നത്. 4 40 നിനക്ക് കെട്ടാം. മുട്ടയില്ലേ, നെയ്യില്ലേ, ബിരിയാണി ചോറില്ലേ, അങ്ങോട്ട് വെച്ച് തിന്നൂടെ എന്ന് ചോദിക്കുന്ന നീയൊക്കെയാണോ പെണ്ണുങ്ങളുടെ സ്വാതന്ത്ര്യ സമത്വം പറയണത്? അവൻ മതം പൊട്ടി നിൽക്കുന്ന ആനയാണ്. 2 തേങ്ങെങ്കിലും കുത്തി മറിക്കാതെ അവൻ അടങ്ങില്ല. ഈ പെൺകുട്ടികൾ പുറത്തേക്ക് പോകുമ്പോ ഏതെങ്കിലും ഒരു നടപടിയും കൊണ്ടുതന്നെ പോണോന്ന്. അത് അക്കാലത്ത് കൊണ്ട് ഇപ്പൊ ഇത്രയും കാലത്ത് ഇങ്ങനെ ജീവിക്കുന്ന മനുഷ്യർ, ഇത്രയും ഫോർവേഡഡ് ആയത് അപ് ടു സെക്കൻഡ് ടെക്നോളജി ഡെവലപ്പ് ആയ ഒരു ഭാഗത്തുള്ളപ്പോ പോലും നിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന എന്താണടാ കഴിവേറി മോനെ? എന്താ സംഭവം അറിയില്ല, ഞാനിപ്പോ എത്തിയുള്ളൂ. എന്താടാ പറഞ്ഞിരിക്കുന്നത്? നിസ്സംശയം പറയാമല്ല, കൂടെ ഒരുത്തി ഇല്ലാതെ, കൂടെ ഒരുത്തനില്ലാതെ പുറത്തേക്ക് ഇറങ്ങാൻ പെണ്ണുങ്ങൾക്ക് ഇന്നും അധികാരമില്ല. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. ഇഷ്ടപ്പെട്ട പുരുഷനെ തെരഞ്ഞെടുക്കാനുള്ള അവകാശം, വിവാഹബന്ധം വേർപ്പെടുത്താനുള്ള അവകാശം. പായും പൊളിച്ചിരുന്നാ മതി. എന്റെ ശിവനെ, എനിക്ക് ഇന്ന് മരിക്കണം. വിവാഹം കഴിക്കാനുള്ള അധികാരം പെണ്ണിനുണ്ടെന്ന്. എടാ പഴട്ടക്കോയ, എടാ കള്ള നാറി, എടാ ഡെവിൾ 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 വായ, എടാ ഡുവൽ ഫാദർ, എടാ അച്ഛനോളി. അമ്മേ എന്താ ഇത്? ഇതിനൊക്കെ ചോദിക്കാനും പറയാൻ ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ? എന്നാ ഇന്നടാ ഇത് കൊണ്ടുപോയി ചോദിക്ക്. നീയൊക്കെ ആണാണെങ്കിൽ പോയി കൊന്നിട്ട് വേണം. ഇന്നവരെ ഒരു പെൺകുട്ടിക്ക് അവളുടെ മകളെയോ മകനെയോ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാനുള്ള പെർമിഷൻ ഇല്ല. അവളെ പോട്ടെ, അവളെ കല്യാണം പോട്ടെ, മാപ്പിള വരുമ്പം മഹർ എന്ന് പറഞ്ഞൊരു സാധനം തരും. അതൊരു ആപ്പിൾ ആയാലും അത് മഹറാണ്. അതായത് യോനിക്കൂലി കൊടുത്ത് ഒരുത്തനെ കൂട്ടിക്കൊണ്ട് പോകും. നിന്നെ പണ്ണാനായിട്ട് ഞാൻ കൊണ്ടുപോകണം, നിന്റെ തന്തയ്ക്ക് ഇതാ ഇത്ര രൂപ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് തന്നെയാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വാപ്പാക്ക് ഇത് തന്നെ, ഉപ്പാപ്പാക്ക് ഇത് തന്നെ. ഓ അപ്പൊ പാരമ്പര്യമായിട്ടുള്ളതാ. 1 പോയാലും 2 പോയാലും വെള്ളം കൊണ്ടാണ് ശുദ്ധീകരിക്കണം എന്ന് പറയണം. 13 പെണ്ണുങ്ങളോടെ പണിയെടുത്തിട്ട്, എന്തായാലും പണിയെടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല കോലങ്ങളും ഉണ്ടാകും. അത് കൊച്ചമ്മ പറയാതെ എനിക്കറിയില്ലേ. ചാമാനെങ്കിലും കുത്തിക്കയറ്റിയിട്ടൊക്കെ വരുന്ന ആണല്ലോ. ഇത് കഴുകാതെ ഈ സാധനം ഡ്രസ്സിൽ പറ്റിപ്പിടിച്ചിരിക്കുമെന്നും 6 വയസ്സുള്ള കുഞ്ഞു മോളാണ് അത് ചുരണ്ടി കിളക്കണെന്ന് ഹദീസിലുണ്ടല്ലോടാ. നീ ഇത്ര നാണം കെട്ട ഒരുത്തനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. എവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തറവാട്ട് മഹിമ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതൊന്നും ഇവന്റെ പടിവാളന്റെ 5 അയലോത്ര പോയിട്ട്. ഭയങ്കര വൃത്തിയുള്ള കോയാക്ക് വൃത്തിയില്ലായിരുന്നു. നീയൊക്കെ സുനാ പിടിച്ച് കണ്ടിച്ച്. വെള്ളമില്ലാത്ത രാജ്യത്ത് ജനിച്ചത് കൊണ്ട് കഴുവാൻ മടിച്ചിട്ട് നീയൊക്കെ സുനാ പിടിച്ച് കണ്ടിച്ച്. ഇന്റെ 6-ാം നൂറ്റാണ്ടിൽ ആ പട്ടിച്ചാത്തൻ സുനാ വെട്ടിയിട്ടില്ല. അപ്പൊ അവൻ വൃത്തിയില്ലാത്തവനൊന്നും. വളി വിട്ടാ ഒന്നു പോകുമെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള സമയത്ത് സൂക്ഷിച്ച് ചിരിപ്പിച്ചില്ലെങ്കിൽ ഞരമ്പ് കയറി പിടിക്കും. വളി വിട്ടിട്ട് നീയൊക്കെ പോയി ചന്തി കഴുവാറുണ്ടാ? എന്നിട്ടാണോ നീ നിസ്കരിക്കാൻ വന്ന് നിൽക്കുന്നത്? ഈ ഏറ്റവും കൂടുതൽ എന്താ അവരുടെ പേര് പിന്നെ പാകിസ്ഥാനികൾ ഈ ദുബായിൽ ഞാൻ കണ്ട കാര്യമാണ്. 24 മണിക്കൂർ സാധനത്തിന്റെ അകത്ത് ഇങ്ങനെ കൈ വെച്ചോണ്ടിരിക്കും. 24 മണിക്കൂർ ജട്ടി ഇടൂല. இந்த மாதிரி ஆளுகளா தனி கண்ட்ரிஸ் கொஞ்சம் கூட கல்ச்சர் இல்லாதவங்க. പകരം വീട്ടാനാണെങ്കിൽ ഞാനൊരു നല്ല വഴി പറഞ്ഞു തരാം. അവരെങ്ങനെ മാമിയെ പേടിപ്പിച്ചുവോ അതേപോലെ തന്നെ നിങ്ങളും അവരെ പേടിപ്പിക്കണം. ഇതാദ്യമായിട്ടൊന്നുമല്ല, ഞാൻ എന്നീ പണി തുടങ്ങി അന്ന് മുതൽ ഒരാത്മാവിനെയും ചെറ്റിട്ട് പോകാൻ അനുവദിച്ചിട്ടില്ല, ഇനി അനുവദിക്കുകയില്ല. 24 മണിക്കൂർ ഇതിനകത്ത് ഇങ്ങനെ കൈ വെച്ചോണ്ടിരിക്കും. ബാങ്ക് വിളിക്കുമ്പോൾ ഇതെല്ലാം കൂടെ എടുത്തിട്ട് മൂക്കിലൊന്ന് മണപ്പിച്ചിട്ട് ഒരൊറ്റ ഓട്ടമാണ് പള്ളിക്ക്. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. ഈ തൊലി ഇല്ലാതെ ബാക്കിയുള്ളവരുടെ ഈ ഫ്ലൂയിഡൊക്കെ വരികയാണെങ്കിൽ തൊലി കവർ ചെയ്ത് വെക്കും. പിന്നെ തൊലി പിടിച്ച് മാറ്റി കഴുകിയാൽ മതി. ഇത് തൊലി പോലും ഇല്ല. 24 മണിക്കൂറും ഡ്രസ്സിലേക്ക് ഈ വിഴുപ്പിങ്ങനെ വീഴുമ്പം അത്ര പൂശിയല്ലേ മണപ്പിച്ച് നടക്കുന്നത്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അല്ലാത്ത പക്ഷെ നിന്നെയൊക്കെ അടുത്ത് പിടിച്ച ആട്ടിന്റെ മൊച്ചടല്ലേടാ നാറികളെ, മേത്ത കൂതറകളെ. ചി എന്നിട്ടോ അവന്റെ വർത്താനം. ബാക്കിയുള്ളവരാ കുഴപ്പം, ബാക്കിയുള്ളവർ തൂറിയാ കഴിവൂലെന്ന്. പിന്നെ ഇവൻ പിന്നെ നക്കി എടുക്കുമായിരിക്കും. അങ്ങനെ സ്വാതന്ത്ര്യം നേടിയിട്ടുണ്ടെങ്കിൽ അവരെങ്ങാനും. എടാ കൊച്ചലവലാതി ഡാഷ്മോനെ, നീ സ്വാതന്ത്ര്യം എന്നാണ് ഇസ്ലാം മതത്തിനെ പറ്റി പറഞ്ഞ ചെവള ഞാൻ കുത്തിക്കീറും. ഇതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ലല്ലോ. ഇസ്ലാം മതത്തിൽ ജാതീയ വിഭാഗീയതയുണ്ട്. സ്ത്രീകൾക്ക് 1% പോലും സ്വാതന്ത്ര്യമില്ല. സ്ത്രീകളെ വെറും കൃഷിയിടമായിട്ടാണ് അവർ പരിഗണിക്കുന്നത്. പെണ്ണുങ്ങൾക്ക് യാതൊരു വാല്യൂമില്ല. ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്. എങ്ങനെ? സാക്ഷരത നേടിയപ്പോ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.